ഇന്ന് ആക്ച്വലി ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ ഏറ്റവും സന്തോഷമുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പുതിയ കാർ എടുത്തതായിരുന്നു. അപ്പോൾ ഇത്തവണ ജാനുവരിയിലും അങ്ങനെ ഒരു വലിയൊരു കാര്യം നടന്നിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഇനാഗുറേഷൻ, ജാനുവരി 6. അപ്പോൾ രാവിലെ തന്നെ പാസ്റ്റർ വന്ന് വീട്ടിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത്. നിങ്ങൾ ആ കാറ് വാങ്ങിച്ച വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പപ്പ ആദ്യം നന്നായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ പപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ വന്ന് പാസ്റ്ററും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നിച്ചിറങ്ങുമായിരുന്നു. എബിയെ നമ്മൾ തലേന്ന് തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും ഉണ്ട് നമ്മുടെ കൂടെ. ശരിക്കും പറഞ്ഞാൽ വേറെ ബിസിനസ്സൊക്കെ നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു. ജ്വല്ലറി നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന കാര്യമേ അല്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടേണ്ടി വന്നു. പപ്പ ഒരു 22 വർഷം ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളൊരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത് സൗമ്യ ചേച്ചിയും പിന്നെ ചിക്കുവിൻ്റെ ആൻറ്റിമാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്കാണ് ഇനാഗ്രേഷൻ വെച്ചത്. കാരണം സ്കൂളുള്ള ദിവസമാണ്. കുറച്ച് കഴിയുമ്പോൾ റോഡൊക്കെ നല്ല തിരക്കാവും. അപ്പോൾ തിരക്കാവുന്നതിന് മുന്നേ നമുക്ക് ഇനാഗ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികളായിട്ടൊന്നും ആരുമില്ല. നമ്മളെ പാസ്റ്റർ പ്രാർത്ഥിക്കും, നമ്മളകത്ത് കയറും, അത്രേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ചായയും ഒരു കേക്കും, അതാണ് നമ്മുടെ പ്ലാനിലുള്ളത്. കൊച്ചച്ഛനും ചിറ്റയും വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരൊക്കെ വരാനുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും പപ്പയും ചേച്ചിയൊക്കെ വരാനുണ്ട്. പിള്ളേരെ പക്ഷേ സ്കൂളിലും വിടാനുണ്ട്. അപ്പോൾ അവരിറങ്ങാൻ ചിലപ്പം കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. അവർ ലേറ്റായി വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും സ്ഥലത്താർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതിരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതി പ്രാപിക്കുന്നു. ഇതാകുന്നു അവിടുത്തെ അന്വേഷിക്കുന്ന തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ഈ വ്യാപാര സ്ഥാപനം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ നന്മകളും ഉണ്ടാകേണ്ടത്, ഈ നാടിനൊരു അനുഗ്രഹമായിരിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇതിലേക്ക് പ്രവേശിക്കാം. ഇത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്ന ഈ സമയം വാത്സല്യ ബിജു പാസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, ഏറിയ നാളുകളുണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത തുറന്നു പ്രവർത്തിപ്പാൻ ആഗ്രഹിച്ചു. അങ്ങ് കർത്താവെ, ഭവനക്കാരും ദൈവമക്കൾ എല്ലാവരും ചേർന്ന് ഇതിനകത്ത് വന്നിരിക്കുന്നു. കർത്താവെ, ഇന്നിതിനെ പ്രാർത്ഥിച്ചു ഓപ്പൺ ചെയ്യുമ്പോൾ ദൈവമേ കർത്താവെ, ദൈവകരം ഇതിനകത്ത് വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടണമേ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ബിസിനസ് സ്ഥാപനത്തെ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്ന ഈ സമയം ഇത് ഈ റിബൺ കട്ട് ചെയ്ത് ഇതിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കുവാൻ തുടങ്ങുകയാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുത്തി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ്, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ എല്ലാവരുടെ കരവും ഈ മുന്നിലേക്ക് നീട്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്ഥാപനത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രുതി ജുവലറി എന്ന് ഇന്നു മുതൽ അറിയപ്പെടും. ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും അകത്തേക്ക് പ്രവേശിക്കാം. സജിബ്രർ ഇവിടെ വരാമോ? സജിബ്രർ ജ്യേഷ്ഠ സഹോദരൻ മോഗുട്ടിനും റബേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അവരെ കാണുന്നത്. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്റ്റോക്കൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ട പോലെ നമ്മൾ അപ്പോൾ ഓപ്പൺ ചെയ്ത് കയറിയതേ ഉള്ളൂ. ഇനി സ്റ്റോക്കൊക്കെ കൊണ്ടുവന്ന് ഇടണം. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനും ഉണ്ട്. അമ്മ സ്കൂളിൽ പോകാൻ റെഡിയാണ് വന്നിട്ടുള്ളത്. ചേച്ചിക്ക് ജോലിക്ക് ഉച്ചയ്ക്ക് പോയാൽ മതി. അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി വിടണം. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും ചിക്കുമായിട്ട് പിള്ളേരുടെയൊക്കെ കൂടെ നിന്നെടുത്തു. പിന്നെ
വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. വരാൻ പറ്റാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരിതിൻ്റെ ഇടയിൽ വന്നു. പിന്നെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ആ വൈകിട്ട് വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യുവാണല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ എന്തെങ്കിലും ജ്വല്ലറീസ് ഒക്കെ എടുക്കാനുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജ്വല്ലറിയിൽ വരിക. അവിടെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞുകൊണ്ട് അറിയാം, നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെയല്ല. നമ്മൾ ഓരോ വലിയ ജ്വല്ലറിയിൽ പോകുമ്പോഴാണ് അവിടുത്തെ പണിക്കൂലിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. 20%, 27%, 30% ഒക്കെ പണിക്കൂലികൾ നമുക്ക് ജ്വല്ലറീസ് കിട്ടും. ആ സെയിം സാധനം നമുക്ക് ഇവിടെ ചെയ്യുവാണെങ്കിൽ തികച്ചും ഒരുപാട് വില കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിലൊക്കെ ചെയ്തു തരും. ഡിസൈനുമായിട്ട് വന്നാൽ മതി. കുറഞ്ഞ പണിക്കൂലി തന്നെ ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചാനൽ കണ്ടിട്ട് വന്നതാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിൻകര ഉള്ളവർക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് SN ബേക്കറിയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത്. റബേക്കയുടെ മോങ്കുട്ടൻ്റെ ഫേവറേറ്റ് ചേട്ടനാണ് ഈ ബിച്ചേട്ടൻ. അപ്പോൾ റബേക്ക സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നതാണ് നമ്മളീ കാണുന്നത്. പിന്നെ അവളങ്ങ് നിർബന്ധിച്ച് നമ്മളങ്ങ് പറഞ്ഞു വിട്ടു. അവൾ വീട്ടിൽ പോയി റെഡിയായിട്ട് വന്നിട്ട് നമ്മുടെ ജ്വല്ലറിയിലെ ഫസ്റ്റ് കസ്റ്റമർ റബേക്കയായിരുന്നു. അവളൊരു വെള്ളി കൊലുസൊക്കെ വാങ്ങിച്ചു കൊടുത്തു പപ്പ. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നതാണ്. ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ആയില്യം ഇന്റീരിയേഴ്സ് ആണ്. അപ്പൊ അവര് ഓഫീസ് വർക്കും നമ്മുടെ വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ജ്വല്ലറിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. എന്തായിരുന്നാലും ഇത്ര നന്നായിട്ട് പണി ചെയ്ത് തന്ന ആയില്യം ഇന്റീരിയേഴ്സിന് ഒരു വലിയ താങ്ക് യു. അവരെ കോൺടാക്ട് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാത്തിൻ്റെ ഒരു അവസാനമാണെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് പുതിയ തുടക്കങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തരുന്നത്. എന്തായിരുന്നാലും പപ്പയുടെ ജീവിതത്തിൽ ഒരു പുതിയ വലിയ തുടക്കമാണ്. ഇതിൽ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ദൈവത്തിനോട് മാത്രമാണ്, അല്ലാതെ നമ്മുടെ കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല. പപ്പയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മറക്കണ്ട, നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോന്നോളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്